ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം LPP പ്രോബ്ലം ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതെങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ LPP ഫോമിലേക്ക് മാറ്റുന്നത്. അതിൽ 2 സ്റ്റെപ്പേ ഉള്ളൂ ആൻസറിൽ വരുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതണം, അടുത്തത് അതിൻ്റെ കൺസ്ട്രെയിൻസിലേക്ക് മാറ്റി എഴുതണം. ഈ 2 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. അപ്പോൾ ഒരു പ്രോബ്ലം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ആ വായിച്ച് മനസ്സിലായതിൽ നിന്നും കിട്ടിയ ഓരോ ഹിൻറ്റും നമ്മുടെ ആൻസർ പേപ്പറിൽ ഒരു സൈഡിൽ എഴുതി വെക്കണം. എന്നാൽ പിന്നെ അതിൻ്റെ ആൻസറിലേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പോൾ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ കമ്പനി ഈസ് മേക്കിംഗ് 2 പ്രൊഡക്ട്സ് M ആൻഡ് N. ഒരു കമ്പനി M എന്നും N എന്നും പേരുള്ള 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് M ആൻഡ് N ഈസ് 30 rupees ആൻഡ് 40 rupees റെസ്പെക്റ്റീവ്ലി. അതിൽ M എന്ന പ്രൊഡക്റ്റ് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 30 രൂപയും അതുപോലെ N എന്ന പ്രൊഡക്റ്റ് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 40 രൂപയും ആവശ്യമുണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ആസ് പെർ ദ അഗ്രിമെൻറ്റ് the company has to supply at least 100 units of product N to its regular customers. കമ്പനിയുടെ അഗ്രിമെൻറ്റ് പ്രകാരം അതിൽ N എന്ന പ്രൊഡക്റ്റ് റെഗുലർ കസ്റ്റമേഴ്സിന് മിനിമം 100 യൂണിറ്റെങ്കിലും എത്തിക്കണം എന്നാണ് കമ്പനി അഗ്രിമെൻറ്റ് പ്രകാരം. 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് M requires 1 machine hour, whereas product N has machine hours available abundantly within the company. Total machine hours available for product M are 200 hours. അവിടെ പ്രൊഡക്റ്റ് M പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ മെഷീൻ ഹവേഴ്സ് എന്ന് പറയുന്നത് 200 ഹവേഴ്സാണ്. 1 യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് M ആൻഡ് N റിക്വയേഴ്സ് 1 ലേബർ അവർ ഈച്ച് ആൻഡ് ടോട്ടൽ ഓഫ് 250 ലേബർ ഹവേഴ്സ് ആർ അവൈലബിൾ. അവിടെ വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. 1 യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് M ആൻഡ് റിക്വയേഴ്സ്, അതായത് എമ്മും എന്നും ആ 2 പ്രൊഡക്റ്റും 1 യൂണിറ്റ് വീതം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനാവശ്യമായി വരുന്നത് 1 ലേബർ അവർ ഈച്ച്, ഓരോന്നിനും 1 ലേബർ അവർ വേണം ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ആൻഡ് ടോട്ടൽ 250 ലേബർ ഹവേഴ്സ് ആർ അവൈലബിൾ. ടോട്ടൽ അത് രണ്ടും കൂടി ഉണ്ടാക്കാൻ എത്ര ലേബർ അവർ വേണം? 250 ലേബർ ഹവേഴ്സ് അവൈലബിൾ ആണ്. The company want to minimize the cost of production by satisfying the given requirements. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മിനിമൈസ് എന്ന്. അപ്പോൾ ആൻസറിലും നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? മിനിമൈസ് എന്ന് എഴുതിയാൽ മതി. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ നമ്മൾ പഠിച്ചിരുന്നു എന്താണ്, ഒന്നുകിൽ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസിലാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മിനിമൈസ്. ദ കമ്പനി വാണ്ട് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബൈ സാറ്റിസ്ഫൈങ് ദ ഗിവൺ റിക്വയർമെൻറ്റ്സ്. അതിൽ തന്നിരിക്കുന്ന ആ ഒരു മെറ്റീരിയലും അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യണം? ആ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഫോർമുലേറ്റ് ദ പ്രോബ്ലം ആസ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലേക്ക് മാറ്റണം എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2012 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ നോക്കാം. ആദ്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യം വേണമെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഒരു സൈഡിൽ എഴുതുക. എന്നിട്ട് അതിനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്കും കൺസ്ട്രെയിൻസിലേക്കും മാറ്റിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് അതാദ്യം നോക്കാം. M എന്നും N എന്നും 2 പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ, അതിൽ 2 വേരിയബിൾ വരുമല്ലോ. ഏതൊക്കെയാണ് ആ വേരിയബിൾ വരിക? X1ഉം X2ഉം. ക്ലിയർ? അപ്പോൾ നമ്മളിതാ ഇവിടെ അറിയാവുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതാം. പ്രൊഡക്റ്റിൻ്റെ പേരെന്തായിരുന്നു? എമ്മും എന്നും. അതുകൊണ്ട് തന്നെ അവിടെ 2 വേരിയബിൾ അല്ലേ ഉണ്ടാവുക, X1ഉം X2ഉം. ഇനി വേറൊരു ലെറ്ററും കൂടി ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ എത്ര വേരിയബിൾ ഉണ്ടാവും? X1, X2, X3 എന്നിങ്ങനെ 3 വേരിയബിൾ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ 2 പ്രൊഡക്റ്റേ പറഞ്ഞിട്ടുള്ളൂ, എമ്മും എന്നും. അതുകൊണ്ട് 2 വേരിയബിൾ അവിടെ വരാം, X1ഉം X2ഉം. ഓക്കെ. ഇനി M എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ്, ആ ക്വസ്റ്റ്യനിലുള്ള കാര്യമാണ് ഇവിടെ ഒന്ന് ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നത്. M എന്ന പ്രൊഡക്റ്റിന് എത്രയാണ് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? 30 rupees. അതുപോലെ N എന്ന പ്രൊഡക്റ്റിന് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 40 rupees ആണ്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളത്. അപ്പോൾ അതും ഓക്കെ ആയി. അതുപോലെ M എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ടോട്ടൽ മെഷീൻ ഹവേഴ്സ് ആവശ്യമുണ്ട്? 200 ഹവേഴ്സ് ആവശ്യമുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ N എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ടോട്ടൽ എത്ര മെഷീൻ ഹവേഴ്സ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 100 യൂണിറ്റ്സ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് പോവാൻ. അപ്പോൾ ഇവിടെ സൊല്യൂഷനിൽ
x1 എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് m. x2 എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് n. ഓക്കെ, ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഒന്നുകിൽ മാക്സിമൈസിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമൈസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മിനിമൈസിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ അതിൻ്റെ ആ കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ എപ്പോഴും എഴുതുക. ഒന്നുകിൽ പ്രോഫിറ്റിൻ്റെ ബേസിലായിരിക്കും കോസ്റ്റിൽ തന്നിട്ടുണ്ടാവുക ആ വാല്യൂ, അപ്പോൾ ആ വാല്യൂ തന്നെ എടുത്തെഴുതണം. ഇവിടെ മിനിമൈസ് എന്ന രീതിയിൽ കോസ്റ്റ്, ചിലവ് എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചിലവിനെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ വെച്ചിട്ട് വേണം ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ചിലവിനെ ബേസ് ചെയ്തിട്ടുള്ള സംഖ്യകൾ? 30യും 40യും അല്ലേ? അതിൻ്റെ അടുത്ത് x1ഉം x2ഉം കൊടുക്കുക. അപ്പോൾ അതൊരു ഇക്വേഷനായി. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു 30x1 + 40x2. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് കൺസ്ട്രെയിൻറ്റ്സ് എഴുതണം. കൺസ്ട്രെയിൻറ്റ്സ് എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, സബ്ജക്റ്റ് ടു എന്ന് കൊടുക്കുക. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് ടു എന്ന് കഴിഞ്ഞാൽ ഓരോ വാല്യൂസും ഏതൊക്കെ രീതിയിലാണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എം എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ടോട്ടൽ മെഷീൻ ഹവേഴ്സ് എത്ര വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 200 ഹവേഴ്സാണ്. ഈ 200 ഹവേഴ്സ് എം എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ടോട്ടൽ വേണ്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വരുന്ന വാരിയബിൾ ഏതാ? x1 അല്ലേ? അപ്പോൾ അവിടെ x1ന് ടോട്ടൽ വേണ്ടത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം 200 ഹവേഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ മാക്സിമം എന്ന ഭാഗത്തേക്ക് സിമ്പിൾ എങ്ങനെ വേണം? അതിൻ്റെ ആ മുഖഭാഗം അങ്ങനെ ഓപ്പൺ ആയി നിൽക്കുന്ന രീതിയിൽ വേണം വരാൻ, അല്ലേ? അപ്പോൾ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 എന്ന് എഴുതാം. ഒരു കൺസ്ട്രെയിൻറ്റ് കണ്ടോ, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. ഇനി x2നെ ബേസ് ചെയ്തിട്ട് n എന്ന പ്രൊഡക്റ്റിന് വേണ്ടത് 100 യൂണിറ്റ് സപ്ലൈ ആണ് ടോട്ടൽ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ n എന്ന ആ പ്രൊഡക്റ്റിന് നേരെ വരുന്ന വാരിയബിൾ ഏതാ? x2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 100 സപ്ലൈ, അതിൻ്റെ ആ ലൈൻ ഒന്നുകൂടി വായിക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പ്രൊഡക്റ്റ് 200 ഹവേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആസ് പെർ ദ അഗ്രിമെൻറ്റ് ടു ദ കമ്പനി ഹാസ് ടു സപ്ലൈ അറ്റ്ലീസ്റ്റ് 100 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് n ഇറ്റ്സ് റെഗുലർ കസ്റ്റമേഴ്സ്. റെഗുലർ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് n എന്ന പ്രൊഡക്റ്റ് മിനിമം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്തു വയ്ക്കുക, മറക്കരുത്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എന്നാണ്. മിനിമം എത്ര യൂണിറ്റ് കൊടുക്കണം എന്നാണ് അഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്? 100 യൂണിറ്റ്. ഏത് പ്രൊഡക്റ്റാണ്? n എന്ന പ്രൊഡക്റ്റാണ്. n എന്ന പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കുന്ന വാരിയബിൾ ഏതാ? x2. അപ്പം മിനിമം എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന രീതിയിലാണ് സിമ്പിൾ വരിക. കാരണം ഇത് മിനിമം വാല്യൂ അല്ലേ? അപ്പോൾ ഈ മിനിമം എന്ന ഭാഗത്തേക്ക് ആ സിമ്പിളിൻ്റെ മുഖം ക്ലോസ് ചെയ്യുന്ന രീതിയിൽ വേണം സിമ്പിൾ വരാൻ, അതായത് ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് വരിക? x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. മിനിമം ഇത്രേ വരാവൂ, മാക്സിമം ഇങ്ങോട്ട് വരാം, ഈ സൈഡിൽ വരാം. അപ്പോൾ മിനിമം എന്നതിനെ സൂചിപ്പിക്കാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് വരും. അപ്പോൾ ഒരു കൺസ്ട്രെയിൻറ്റ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 എന്നും വന്നു. ഇതെങ്ങനെയാണ് വന്നത്, സിമ്പിൾ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് വേറൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ടോട്ടൽ 250യുടെ കാര്യം. ആ ടോട്ടൽ 250 എന്തിനെ സൂചിപ്പിക്കുന്നു? 1 യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് m ആൻഡ് n റിക്വയേഴ്സ് 1 ലേബർ അവർ ആൻഡ് 1 ലേബർ അവർ ഈച്ച് ആൻഡ് ടോട്ടൽ ഓഫ് 250 ലേബർ ഹവേഴ്സ് ആർ അവൈലബിൾ. ഇവിടെ എമ്മും എന്നും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 1 ലേബർ അവറാണ് ആവശ്യം. ടോട്ടൽ എമ്മും എന്നും കൂടി ആകെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത് എത്രയാണ്? 250 ലേബർ അവർ ആവശ്യമുണ്ട്. അപ്പോൾ എമ്മിനെ സൂചിപ്പിക്കുന്ന വാരിയബിൾ x1ഉം എന്നിനെ സൂചിപ്പിക്കുന്ന വാരിയബിൾ ഏതാണ്? x2 ആണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, x1 + x2. അത് രണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ ടോട്ടൽ അല്ലെങ്കിൽ മാക്സിമം എത്ര വേണം? 250 എന്ന് വേണം. അപ്പോൾ ഈ 250യുടെ ഭാഗത്തേക്ക് ആ സിമ്പിൾ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള സിമ്പിൾ വേണം ഉപയോഗിക്കാൻ 250യുടെ ഭാഗത്തേക്ക്. അപ്പോൾ എന്താ വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ആ ഇക്വേഷനെ, x1 + x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 എന്ന് വരും. മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റ്സ്. പിന്നെ ബാക്കി നോർമൽ നാലാമത്തെ നമ്മൾ സാധാരണ എഴുതുന്നത് തന്നെയാണ്, എല്ലാത്തിലും ഒരുപോലെ എഴുതും. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒന്നുകിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൻസർ. The objective function is
മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു 30x1 പ്ലസ് 40x2. അടുത്തത് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. ഇതിൻ്റെയൊക്കെ സിമ്പിൾ എങ്ങനെ വന്നു എന്ന് ക്ലിയർ ആണല്ലോ. ആ വരി നന്നായി വായിച്ച് മനസ്സിലാക്കണം, അതിനനുസരിച്ചിട്ട് വേണം എഴുതാൻ. പിന്നെ x1 പ്ലസ് x2, അതായത് ടോട്ടൽ എം എന്ന പ്രൊഡക്റ്റും എൻ എന്ന പ്രൊഡക്റ്റും ഉണ്ടാക്കാൻ വേണ്ട ലേബർ അവർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം 250 ആണ്. അപ്പോൾ x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250, മാക്സിമം 250 എന്നാണ്. പിന്നെ ലാസ്റ്റ് x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു വലിയ ക്വസ്റ്റ്യനെ ഇത്രയും ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ആൻസറാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An animal feed company must produce at least 200 kilograms of a mixture consisting of ingredients x1 and x2 daily. x1 cost 3 rupees per kilogram and x2 8 rupees per kilogram. No more than 80 kilogram of x1 can be used and at least 60 kilogram of x2 must be used. Formulate the mathematical model to the problem. ഈ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റിനെ മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. ആൻ അനിമൽ ഫീഡ് കമ്പനി മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 കിലോഗ്രാം ഓഫ് എ മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് x1 ആൻഡ് x2 ഡെയിലി. ഒരു അനിമൽ ഫീഡ് കമ്പനിയാണ്. അത് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡെയിലി എത്ര പ്രൊഡ്യൂസ് ചെയ്യും? അറ്റ്ലീസ്റ്റ് 200 കിലോഗ്രാംസ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മിനിമം 200 കിലോഗ്രാം മിക്സ്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അനിമൽ ഫീഡ് കമ്പനിയാണ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. x1ഉം x2ഉം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ മിക്സ്ചറിൽ. അപ്പോൾ ഒരു അനിമൽ ഫീഡ് കമ്പനി ഡെയിലി 200 കിലോഗ്രാം മിക്സ്ചർ വരെ മിനിമം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിക്സ്ചറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് x1ഉം x2ഉം. ഇനി ഈ x1 എന്ന റോ മെറ്റീരിയലിന് കിലോഗ്രാമിന് 3 രൂപയാണ്. അതുപോലെ x2 എന്ന റോ മെറ്റീരിയലിന് കിലോഗ്രാമിന് 8 രൂപയാണ്. നോ മോർ ദാൻ 80 കിലോഗ്രാം ഓഫ് x1 ക്യാൻ ബി യൂസ്ഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് 60 കിലോഗ്രാംസ് ഓഫ് x2 മസ്റ്റ് ബി യൂസ്ഡ്. ഇവിടെ 80 കിലോഗ്രാം ഓഫ് x1ഉം അതുപോലെ 80 കിലോഗ്രാം ഓഫ് x1നേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നില്ല x1. അതുപോലെ ആൻഡ് അറ്റ്ലീസ്റ്റ് 60 കിലോഗ്രാം ഓഫ് x2 മസ്റ്റ് ബി യൂസ്ഡ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം x2 മെറ്റീരിയൽ 60 കിലോഗ്രാം വരെ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർമുലേറ്റ് എ മാത്തമാറ്റിക്കൽ മോഡൽ ടു ദ പ്രോബ്ലം. ഇതിനെ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? LPP തന്നെ മോഡലിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കാം. x1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? യൂണിറ്റ്സ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് x1. x2 എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് x2. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് എന്ന് കാണുന്നുണ്ട്. ഈ അറ്റ്ലീസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മിനിമം ആണോ മാക്സിമം എന്നോ വേർഡോ കാണുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് എന്ന വേർഡ് കാണുന്നത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മിനിമൈസ് എന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു. ഇനി നിങ്ങൾ നോക്കേണ്ടത് ആ മിനിമൈസിൽ വരുന്ന ചിലവ് എത്രയാണ്. ചിലവ് എന്ന് പറയുമ്പോൾ മിനിമം, അതായത് നമുക്ക് പ്രോഫിറ്റ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റാണ് പറയുന്നതെങ്കിൽ മാക്സിമൈസ് എന്ന് കൊടുക്കണം. ഇവിടെ കോസ്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മിനിമൈസ് എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? x1 വരുന്ന കോസ്റ്റ് 3 രൂപ, x2 വരുന്ന കോസ്റ്റ് 8 രൂപ. അപ്പോൾ x1 x2 രണ്ട് വേരിയബിൾ അവിടെ ഉള്ളത്, 3 രൂപ 8 രൂപ. അപ്പോൾ 3 സെറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെ വരും, 3x1 പ്ലസ് 8x2. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി. ഇനി ഇതുപോലെ ഇതിൻ്റെ കൺസ്ട്രെയിൻസ് എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? സബ്ജക്റ്റ് ടു എന്ന് കൊടുക്കുക. ഇനി ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ അനിമൽ ഫീഡ് കമ്പനിയിൽ മിനിമം 200 കിലോഗ്രാം വരെ ഡെയിലി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മിക്സ്ചർ. ഓക്കെ, അതായത് x1ഉം x2ഉം കൂടി ടോട്ടൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 200 കിലോഗ്രാം വരെ മിനിമം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഈ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരിക. അതായത് ഈ വാല്യൂവിൻ്റെ തൊട്ട് മുന്നേറ്റ് എഴുതുമ്പോൾ ആ ഭാഗത്തേക്കുള്ള സിമ്പിൾ ക്ലോസ്ഡ് ആയിരിക്കണം. കണ്ടോ? ഇതുപോലെ. ഓക്കെ, മിനിമം എന്നതിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ്. അപ്പോൾ x1ഉം x2ഉം കൂടി ടോട്ടലാണ് ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെങ്ങനെ എഴുതിക്കൂടെ? x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200. ആദ്യത്തെ കൺസ്ട്രെയിൻസ് ആയി. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നോ മോർ ദാൻ 80 കിലോഗ്രാം ഓഫ് x1
can be used and at least 60 kilogram of x2 must be used. അതായത് x1ഉം x2ഉം എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ x1 നമുക്ക് എങ്ങനെ എഴുതാം? x1ൻ്റെ ബേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 80 കിലോഗ്രാം. അതുപോലെ x2ൻ്റെ ബേസിൽ 60 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം എത്ര വരെ ഉപയോഗിക്കാം? 60 കിലോഗ്രാം x2ൻ്റെ കേസിൽ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരിക? ഇതവിടെ പറഞ്ഞിട്ടുണ്ട് മാക്സിമം അല്ല, അറ്റ്ലീസ്റ്റ് 60 കിലോഗ്രാം എന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മിനിമം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ x1ൻ്റെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നോ മോർ ദാൻ 80 കിലോഗ്രാം ഓഫ് x1 ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ x1ൻ്റെ കേസിൽ 80 കിലോഗ്രാം എന്നതൊന്ന് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ മാക്സിമം നോ മോർ ദാൻ 80 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 80 കിലോഗ്രാമിനേക്കാൾ കൂടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം എത്ര വരുള്ളൂ? 80 കിലോഗ്രാം. ഈ മാക്സിമം എന്നതിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ 80ൻ്റെ നേർക്ക് അതിൻ്റെ ആ ഫേസ് ഇങ്ങനെ തുറന്നിരിക്കും. എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. ഇതെന്താണ്? x1നെ ബേസ് ചെയ്ത്. അപ്പോൾ എങ്ങനെ എഴുതാം? x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 എന്ന് എഴുതാം. അപ്പോൾ രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് കിട്ടി. ഇനി മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 60 കിലോഗ്രാം ഓഫ് x2 മസ്റ്റ് ബി യൂസ്ഡ് എന്നാണ്. അതായത് x2 എന്ന് പറയുന്ന മെറ്റീരിയൽ മിനിമം 60 കിലോഗ്രാം വരെ, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 60 കിലോഗ്രാം വരെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് മിനിമം എന്നതിൻ്റെ സിമ്പിൾ എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ? അതെന്താണ്? x2നെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ഉപയോഗിച്ചതെന്ന്? ഇനി ലാസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്താണ്? x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത്രയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. ക്ലിയർ? അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇത് വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾ തനിയെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ടെക്സ്റ്റൈൽ